തിരുഹൃദയമേ തീരാത്ത സ്നേഹമേ ആകാശം പോലല്ലോ. ഈശോയുടെ തിരുഹൃദയ മാസത്തിൽ ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് നാം ധ്യാനിക്കുകയാണല്ലോ. ഈശോയുടെ തിരുഹൃദയം എല്ലാവർക്കുമായി തുറന്നിരിക്കുന്ന ഹൃദയമാണ്. എല്ലാവരെയും ആശീർവദിക്കാനായി ഉയർത്തിപ്പിടിച്ച കരങ്ങളുമായി നിൽക്കുന്ന ഈശോയാണ്. BBC ന്യൂസിൻ്റെ ആരംഭത്തിൽ അവതരണത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള ചിത്രങ്ങൾ കാണിക്കുന്നുണ്ട്. അതിലെ ഒരു ചിത്രം ബ്രസീലിൽ നിന്നുമുള്ള ഈശോയുടെ വലിയ ഒരു പ്രതിമയാണ്. നാം എല്ലാവരും ആ പ്രതിമ കണ്ടിട്ടുണ്ടാവും. അതായത് ഈശോ എല്ലാവരെയും അനുഗ്രഹിച്ച് നിൽക്കുന്ന ആ വലിയ രൂപം. നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാനമായ ബിഷപ്സ് ഹൗസിൻ്റെ മുകളിൽ എല്ലാവരെയും അനുഗ്രഹിച്ച് നിൽക്കുന്ന ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ രൂപം നാം എല്ലാവരും കണ്ടിട്ടുണ്ട്. ഈ നാളുകളിലൊക്കെ സീറോ മലബാർ സഭയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് വാർത്ത വരുന്നിടത്തൊക്കെ ആ രൂപമാണ് എടുത്ത് കാണിക്കാറ്. അതുകൊണ്ട് നമ്മുടെ ഓർമ്മയിൽ നിന്നും അത് മാഞ്ഞു പോകാൻ സാധ്യമല്ല. ഈ അടുത്തയിടെ വീണ്ടും ലിസി ഹോസ്പിറ്റലിൻ്റെ അനുബന്ധ സ്ഥാപനമായ ലിസി മെഡിസിറ്റിയിൽ, ഈ റോഡരികത്ത് കാണുന്ന ലിസി മെഡിസിറ്റിയുടെ മുകളിലും ഈശോയുടെ തിരുഹൃദയ രൂപം, വലിയ ഒരു രൂപം വെച്ചിട്ടുണ്ട്. എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ഈശോ കൈ വിരിച്ച് പിടിച്ച് നിൽക്കുന്ന വലിയ ഒരു രൂപം. ഈശോയുടെ ഈ കൈ വിരിച്ച് പിടിച്ചുള്ള ഈ അനുഗ്രഹിക്കുന്ന ആശീർവദിക്കുന്ന രൂപം ഈശോ എല്ലാവരെയും ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. ഈശോയുടെ തിരുഹൃദയം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഹൃദയമാണ്, എല്ലാവരെയും സ്വീകരിക്കുന്ന ഹൃദയമാണ്. ഈശോ നമ്മെ സ്നേഹിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പ ഏറ്റവും അവസാനം എഴുതിയ ചാക്രിക ലേഖനം ഡിലിക്സിറ്റ് നോസ്, അവൻ നമ്മെ സ്നേഹിച്ചു എന്ന തലക്കെട്ടോടെയാണല്ലോ. അതിൽ ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ചുള്ള ധ്യാനങ്ങളാണ്. ഇക്കാലഘട്ടത്തിൽ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹവും വ്യാപ്തിയും എപ്രകാരം പ്രസക്തമായിരിക്കുന്നു എന്നുള്ളതാണ് ആ ചാക്രിക ലേഖനത്തിൽ വിവരിച്ചിരിക്കുക. അവൻ നമ്മെ സ്നേഹിച്ചു എന്നുള്ള ആ വാക്കുകൾ പൗലോസ്ലിഹായുടെ റോമാക്കാർക്കുള്ള ലേഖനത്തിൽ നിന്നും കോട്ട് ചെയ്തിരിക്കുന്നതാണ്. അവൻ എത്രത്തോളം നമ്മെ സ്നേഹിച്ചു അത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. ഈശോ പറയുന്നുണ്ട്, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. അതേ അധ്യായത്തിൽ തന്നെ ഈശോ വീണ്ടും പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ സ്നേഹിതരെന്ന് വിളിച്ചു, ഞാൻ നിങ്ങളെ സ്നേഹിതരെന്ന് വിളിച്ചു. ഈശോ നമ്മെ സ്നേഹിതരാകാൻ വിളിച്ചെങ്കിൽ, ഈശോ നമ്മെ സ്നേഹിതരായി കരുതിയെങ്കിൽ അവിടെ അകൽച്ച ഒട്ടുമുണ്ടായിരുന്നില്ല, അടുപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വിഭജിതമായ ഈ ലോകത്ത്, അതിക്രമങ്ങളും ആക്രമണങ്ങളും ഉൾച്ചേർന്നിരിക്കുന്ന ഈ ലോകത്ത് ഈശോയുടെ ഈ സ്നേഹം എല്ലാവരെയും കൂട്ടിച്ചേർക്കുന്ന, കൂട്ടിയിണക്കുന്ന കൂട്ടായ്മയുടെ ആ സ്നേഹം, അതാണ് ഈശോയുടെ തിരുഹൃദയം നമുക്ക് നൽകുക. ഈശോയുടെ ആ തിരുഹൃദയ സ്നേഹം നമ്മെ എല്ലാവരെയും ഭരിക്കട്ടെ. നമ്മുടെയും ഹൃദയം ഈശോയുടെ ഹൃദയം പോലെ വ്യാപ്തിയുള്ളതായിത്തീരട്ടെ, സ്നേഹത്തിൽ വ്യാപ്തിയുള്ളതായിത്തീരട്ടെ. എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഹൃദയങ്ങളായി നാം രൂപാന്തരപ്പെടട്ടെ. അപ്പോഴാണ് ഈശോയുടെ തിരുഹൃദയ സ്നേഹത്തിൻ്റെ വക്താക്കളായി നാം മാറുക. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഭക്തിയുള്ളവർ മാത്രമായാൽ പോരാ, മറിച്ച് ഈശോയുടെ തിരുഹൃദയ സ്നേഹത്തിൻ്റെ വക്താക്കളും ചാനലുകളുമായി നാം ഓരോരുത്തരും മാറണം. ഈ ഈശോയുടെ തിരുഹൃദയ മാസത്തിൽ, ജൂൺ മാസത്തിൽ എനിക്ക് നിങ്ങളോട് ആശംസിക്കാനുള്ളത്, എല്ലാവരെയും അനുഗ്രഹിക്കാനായി കൈവിരിച്ച് പിടിച്ചിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയം പോലെ നാം എല്ലാവരെയും ഉൾക്കൊള്ളുവാനും സ്വീകരിക്കുവാനും നമ്മുടെ ചിന്തയിലൂടെയും വാക്കുകളിലൂടെയും പ്രവൃത്തിയിലൂടെയും മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാനും തയ്യാറാകണം. അതിന് ഈശോയുടെ തിരുഹൃദയം നമ്മെ അനുഗ്രഹിക്കട്ടെ.